ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടി ചുരിദാർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ് ചെയ്യുന്നത്. ഒരു അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്ത് അത് ഡയറക്റ്റായിട്ട് തന്നെ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. ഞാൻ അതിനു വേണ്ടി ഇവിടെ 2.5 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ ഒട്ടും വേസ്റ്റ് ആവാതെ തന്നെ കറക്റ്റ് എത്ര തുണി വേണമെന്നുള്ളത് ഇന്ന് അളവെടുത്ത് ഞാൻ ഇതിലൂടെ കാണിക്കുന്നുണ്ട്. ക്ലോത്ത് എപ്പോഴും അയൺ ചെയ്തിടുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് അളവുകൾ കിട്ടുന്നത്. ആദ്യമായിട്ട് തുണി ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ 4ആയിട്ട് മടക്കിയിടാൻ എത്രത്തോളം അളവ് വേണം എന്നുള്ളതാണ് ഞാൻ ഇനി കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ അളവ് ചുരിദാർ 2ആയിട്ട് മടക്കി നന്നായിട്ട് നിവർത്തി ചുളുക്കുകൾ ഒന്നുമില്ലാതെ നിവർത്തിയിടുക. എന്നിട്ട് അതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗം, അതായത് നമുക്ക് സ്ലിറ്റ് വന്നിരിക്കുന്ന ഭാഗം, അതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് കറക്റ്റ് അളക്കുക. ഇപ്പോൾ ഇവിടെ അത് 11 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് സീം അലവൻസും കൂടി ആകുമ്പോൾ 11 + 2 13 അതിൻ്റെ കൂടെ നമുക്ക് 2-3 ഇഞ്ച് എക്സ്ട്രാ കൂടി എടുക്കാം. ഞാനിപ്പോൾ 3 ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് 15 കിട്ടി. 4ആയിട്ട് മടക്കിയിടുമ്പോൾ 15 കിട്ടുന്ന രീതിയിലാണ് ഞാനിപ്പോൾ തുണി മടക്കിയിട്ടിരിക്കുന്നത്. അടുത്ത് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് മെഷർമെൻറ്റ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ടോപ്പിൻ്റെയും നമ്മുടെ ഫാബ്രിക്കിൻ്റെയും ടോപ്പ് ഭാഗം ഒന്നിച്ച് കറക്റ്റായിട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് അവിടുന്ന് ലെങ്ത്ത് എത്രയാണെന്ന് അളക്കുക. എനിക്കിവിടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 40 40 ഇഞ്ചസാണ്. അതിൻ്റെ ഒപ്പം ഒരു 1.5 ഇഞ്ചും കൂടി സീം അലവൻസ് ഞാൻ എടുക്കുകയാണ്. 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കുന്നതിനും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കുന്നതിനും വേണ്ടിയാണത്. ഇനി അടുത്ത അളവ് വരുന്നത് ഷോൾഡർ പോയിൻ്റാണ്. നെക്കും ഷോൾഡറും കൂടി ഒന്നിച്ച് വെച്ചിട്ടാണ് ഞാൻ അളവ് പറയുന്നത്. നെക്കും ഷോൾഡറും കൂടി എനിക്ക് 6 ഇഞ്ചസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഷോൾഡറിലേക്ക് 6 ഇഞ്ചസ് മാർക്ക് ചെയ്യുകയാണ്. ഇനി അടുത്തത് ഷോൾഡറിൻ്റെ അളവാണ്. ഷോൾഡർ എനിക്ക് 3 വന്നിരിക്കുന്നത്. ഷോൾഡർ 6 അടയാളപ്പെടുത്തിയ ഭാഗത്ത് വെച്ചിട്ട് ഒരു 3 ഇഞ്ചസാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡറും നെക്കും കൂടി എനിക്ക് ഇവിടെ 6 കിട്ടിയത്. അതിൽ നിന്ന് ഷോൾഡറിന് കിട്ടിയ 3 ഇഞ്ചസ് മൈനസ് ചെയ്താൽ നെക്കിൻ്റെ അളവ് നമുക്ക് അളവെടുക്കാതെ തന്നെ 3 കിട്ടും. ഇനി അടുത്തത് ആം ഹോളാണ്. ഇനി ഷോൾഡർ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ എൻഡിലേക്ക് ടേപ്പ് ഒന്ന് മടക്കി വെക്കുക. 6 ഇഞ്ചസാണ് എനിക്ക് ആം ഹോൾ വന്നിരിക്കുന്നത്. അത് ഞാനപ്പോൾ തുണിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് വരുന്നത് ചെസ്റ്റിൻ്റെ വിഡ്ത്താണ്. ചെസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് നിവർത്തിയിട്ട് ചുളിവുകളൊക്കെ മാറ്റിയിട്ട് അളവെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 10 ഇഞ്ചസാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് 12 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ആ വരച്ച പോയിന്റിലേക്ക് ഒരു സ്കെയിൽ കൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. മുകളിൽ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിലേക്കും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1 ഇഞ്ചിൽ ആം ഹോൾ കർവ് ചെയ്യാനായിട്ട് ഒരു പോയിൻ്റ് ഇടുക. അവിടെ നിന്ന് ഒന്ന് കർവായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് മെഷർ ചെയ്യാനുള്ളത് കുർത്തിയുടെ ഷേപ്പിൻ്റെ ലെങ്ത്താണ്. അത് അളക്കുന്നതിനായിട്ട് ടേപ്പ് കറക്റ്റ് ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ വെച്ചിട്ട് താഴേക്ക് നമുക്ക് സൈഡിൽ ഹിപ്പിൻ്റെ ഭാഗത്ത് കർവായിട്ട് വന്നിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ആ കർവായിട്ടിരിക്കുന്ന ഭാഗം ഏകദേശം നമ്മൾ ലെങ്ത്ത് എടുക്കുക. എനിക്കിപ്പോൾ 13 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ വിഡ്ത്തും കൂടി ഞാൻ അളന്ന് നോക്കുകയാണ്. വിഡ്ത്ത് എനിക്ക് വന്നിരിക്കുന്നത് 9.5 ഇഞ്ചാണ്. അതപ്പോൾ നമുക്ക് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് വിഡ്ത്ത് 9.25 ഇഞ്ചസാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 9.25 + 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 11.25 ഇഞ്ചാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത്. അത് ഞാൻ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. അതിനുവേണ്ടി ടോപ്പ് ഞാൻ നിവർത്തിയിട്ടിട്ട്
ടേപ്പ് ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ വെച്ച് സ്ലിറ്റ് വന്നിരിക്കുന്ന ഭാഗത്തേക്ക് ടേപ്പ് ഒന്ന് മടക്കി കൊടുക്കുവാണ്. മടക്കി കൊടുക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കറക്റ്റ് എത്രയാണ് മെഷർമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് അറിയാനാണ്. എനിക്കപ്പോൾ ഇവിടെ 20 ഇഞ്ചസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്തും കൂടെ ഞാൻ മെഷർ ചെയ്യുകയാണ്. 11.5 സ്ലിറ്റിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. ഇത് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് വിഡ്ത്താണ്. വിഡ്ത്ത് 11.5 മാർക്ക് ചെയ്തു. ഇതിൻ്റെ ഒപ്പം 1 ഇഞ്ച് സീം അലവൻസാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗത്തും ഷേപ്പിൻ്റെ ഭാഗത്തും 2 ഇഞ്ച് സീം അലവൻസ് വീതമാണ് ഞാൻ ആഡ് ചെയ്തത്. സ്ലിറ്റിൻ്റെ ഭാഗത്താണ് 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് അധികം സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. ഇനി അടുത്തത് എൻഡിലെ വിഡ്ത്താണ്. അപ്പോൾ എനിക്കിവിടെ വന്നിരിക്കുന്നത് 11.5 ഇഞ്ചാണ്. അത് ഞാൻ ക്ലോത്തിൻ്റെ എൻഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 11.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസാണ് ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വരച്ച പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻറ്റിലേക്ക് സ്കെയിൽ കൊണ്ട് നമുക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്കെയിൽ കൊണ്ടല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നേരെ ഷേപ്പ് ചെയ്ത് കർവായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. വരച്ച പോയിൻറ്റ്സ് എല്ലാം അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് കട്ടിംഗ് ആണ്. അപ്പോൾ വരച്ച പോയിൻറ്റിലൂടെ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ഷോൾഡർ 3 മാർക്ക് ചെയ്ത ഭാഗത്ത് ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിലും ഒരു ചെറിയ കട്ടിങ് കൊടുത്തു. ഇത് ഷേപ്പിൻ്റെ ഭാഗത്തുള്ള കട്ടിങ്, ഇത് സ്ലിറ്റിൻ്റെ ഭാഗത്തുള്ള കട്ടിങ്. ഇത് നമുക്ക് തയ്ക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കട്ടിങ് കൊടുക്കുന്നത്. ഇത് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യും തയ്ക്കുമ്പോൾ. അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി അടുത്തായിട്ട് വരുന്നത് കൈയുടെ മെഷർമെൻറ്റ്സും കട്ടിങ്ങും ആണ്. അപ്പോൾ കൈയുടെ ലെങ്ത്ത് എനിക്കിവിടെ വന്നിരിക്കുന്നത് 12 ഇഞ്ചാണ്. ഇനി ആം ഹോളിൻ്റെ ആ പോയിൻറ്റിൽ നിന്ന് ആ റൗണ്ടായിട്ട് കർവായിട്ടുള്ള ആ ഭാഗത്ത് ഒന്ന് കർവ് ചെയ്ത് ടേപ്പ് കൊടുത്ത് അവിടുത്തെ ലെങ്ത്ത് എത്രയാണെന്ന് അളക്കുകയാണ്. എനിക്കിപ്പോൾ അവിടെ 9.3 ഇഞ്ചസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലോത്തിലേക്ക് മെഷർമെൻറ്റ്സ് ഇടുന്നതിനായിട്ട് ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് കളയാനായിട്ടാണ് ഒരു ലൈൻ ഇപ്പോൾ സ്കെയിൽ കൊണ്ട് വരച്ചത്. എന്നിട്ട് അവിടെ എനിക്ക് 9.3 കിട്ടിയത്. അതിൻ്റെ ഒപ്പം ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടി കൂട്ടി ഞാൻ അടയാളപ്പെടുത്തി. ഇനി അടുത്തത് ലെങ്ത്താണ്. ലെങ്ത്ത് എനിക്ക് വന്നത് 12 ഇഞ്ചസ് ആയിരുന്നു. 12 ഇഞ്ചസിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനായിട്ടും 1 ഇഞ്ച് കൈ മടക്കി അടിക്കുന്നതിനും വേണ്ടിയാണത്. ഇനി മാർക്ക് ചെയ്ത ആ വരയിൽ കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ക്ലോത്ത്. അതിന് ശേഷമാണ് കൈയുടെ അളവുകൾ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനപ്പോൾ 2 കൈക്ക് വേണ്ടി 2 പീസസ് വെട്ടിയെടുത്തിരിക്കുകയാണ്. 2 ഞാൻ മീതെ വെച്ചു. എന്നിട്ട് എനിക്ക് 9.3 ആയിരുന്നു വന്നിരുന്നത്. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവിടെ നിന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു 3.5 ഇഞ്ച് താഴേക്ക് ഇറക്കി ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് എനിക്ക് വേണ്ടത് കൈയുടെ എൻഡിലെ വിഡ്ത്താണ്.
എനിക്കിവിടെ 5.25 ഇഞ്ചസാണ് കൈയുടെ വിഡ്ത്തിൽ വന്നിരിക്കുന്നത്. ഞാനപ്പോൾ അത് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്തു. നേരത്തെ 3.5 ഇഞ്ചസ് അടയാളപ്പെടുത്തിയതിൽ ഒരു മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഞാനിപ്പോൾ വരച്ചു കൊടുത്തത്. എന്നിട്ട് സ്കെയിൽ കൊണ്ട് ടോപ്പ് കോർണറിൽ നിന്ന് ആ 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. മുകളിൽ ഷേപ്പ് ചെയ്ത പോയിന്റിൽ നിന്നും താഴെ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മുകളിൽ നിന്ന് കർവായിട്ട് താഴേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കുറച്ചിറക്കി വരച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ കൈ തയ്ക്കാനുള്ള എല്ലാ അളവുകളും കഴിഞ്ഞു. അതിനുശേഷം ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് നെക്ക് കട്ടിംഗ് ആണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ മുറിച്ചെടുത്ത ക്ലോത്ത് അത് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിനെ ഷോൾഡറിൽ നിന്ന് വെച്ചിട്ട് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കുക. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് 3 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. രണ്ടും കൂടി ഒന്നിച്ചാണ്, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒന്നിച്ചാണ് ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ നെക്ക് വന്നിരുന്നത് 3 3-ൽ ഞാൻ അളവെടുത്തു. അത് കഴിഞ്ഞ് താഴേക്ക് എനിക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത്, ഞാനിപ്പോൾ ബാക്ക് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്, അത് ഞാൻ 3 മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് കർവ് ചെയ്ത് റൗണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്താണ്. ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഇത് മാർക്ക് ചെയ്ത് പോകുന്നത്. അത് ഞാനൊരു 6 ഇഞ്ചസ് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ വിഡ്ത്തും ഞാൻ 3 എടുത്തിരിക്കുന്നത്. രണ്ട് നെക്കിൻ്റെയും വിഡ്ത്ത് 3 തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതും ഒന്ന് റൗണ്ടായിട്ട് കർവ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആദ്യം മുറിച്ചെടുക്കേണ്ടത് ബാക്ക് നെക്ക് അളന്നെടുത്തതാണ്. അതാദ്യം മുറിച്ചെടുത്ത് ഉള്ളിൽ നിന്ന് ഞാൻ ബാക്കിൻ്റെ പോർഷൻ മാത്രം എടുത്ത് മാറ്റുവാണ്. ഇപ്പോൾ കിടക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനാണ്. അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. രണ്ടും ഒന്നിച്ച് കട്ട് ചെയ്യരുത്. ഒന്നിച്ച് കട്ട് ചെയ്താൽ ഒരേ അളവായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 6 ഇഞ്ച്, വിഡ്ത്ത് വന്നിരിക്കുന്നത് 3 ഇഞ്ച്. നെക്ക് അടിച്ചെടുക്കാനായിട്ട് ഒരു കഷ്ണം തുണിയിൽ ഈ 6 ഇഞ്ച് +2, അതുപോലെ തന്നെ വിഡ്ത്ത് 3 ഇഞ്ച് +2, അങ്ങനെ കിട്ടുന്ന രീതിയിൽ ഒരു കഷ്ണം ക്ലോത്ത് നമ്മൾ മുറിച്ചെടുക്കേണ്ടതാണ്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഷോൾഡറിൻ്റെ ഒപ്പം തന്നെ കറക്റ്റായിട്ട് താഴെ വെച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലൂടെ തന്നെ ആ താഴത്തെ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് അടിക്കാനുള്ള പീസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെയും കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്കിൻ്റെ പീസ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കട്ട് ചെയ്ത പീസിൻ്റെ നല്ല വശവും കൂടെ ഒന്നിച്ച് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് ഞാനതിൽ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ്. അതിനുശേഷം അത് ബാക്ക് വശത്തേക്ക് തിരിച്ചിട്ടെടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഫ്രണ്ട് നെക്ക് അപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്ക് സൈഡ്
എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗമുണ്ടല്ലോ നെക്ക്, അത് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അത് കഴുത്ത് നന്നായിട്ട് നേരെ ഇരിക്കാൻ വേണ്ടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയാനും പൊന്തിയിരിക്കാനും സാധ്യതയുണ്ട്. അതിനു വേണ്ടിയാണ് അവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ക്യാൻവാസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നല്ല സ്റ്റിഫായിട്ടിരുന്നോളും. ഇതിപ്പോൾ നമ്മൾ തുണി അടിച്ച് വെക്കുന്നതുകൊണ്ട് അവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്നതായിരിക്കും. സ്റ്റിച്ചിങ്ങിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് നെക്ക് കിട്ടുന്നത്. ടോപ്പിൻ്റെ ഉൾവശവും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി അടുത്തത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യലാണ്. അതിനുവേണ്ടി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. നല്ല വശം രണ്ടും ഫേസ് ടു ഫേസ് എന്ന രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു പിൻ കുത്തി വെക്കാവുന്നതാണ്. എന്നിട്ട് അത് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് ടോപ്പ് ഷേപ്പ് ചെയ്തെടുക്കലാണ്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തായിരുന്നല്ലോ ഷേപ്പ് ചെയ്യണ ഭാഗത്ത്, അവിടെ ഞാനൊന്ന് ചോക്ക് കൊണ്ട് ഒന്നും കൂടെ തെളിച്ച് വരക്കുകയാണ് ആ കട്ടിങ് വന്ന ഭാഗങ്ങൾ. തയ്ക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ആ കട്ടിങ് ഇടുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ ഭാഗങ്ങളിലാണ് ഞാനിപ്പോൾ ചോക്ക് കൊണ്ട് വരച്ചിരിക്കുന്നത്. എന്നിട്ട് അത് രണ്ടും ഒപ്പം വരുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇപ്പോൾ തയ്ച്ചെടുത്തത് 2ആക്കി മടക്കിയിട്ടിട്ട് അതിൻ്റെ അളവുകൾ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് ചെസ്റ്റ് കിട്ടിയത് 10 ആയിരുന്നു. ഓൾറെഡി കട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ചെറിയ കട്ടിങ് അവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ അളവ് കറക്റ്റ് മനസ്സിലാക്കാനും സാധിക്കും. ഇനി അടുത്തത് ഷേപ്പിൻ്റെ വിഡ്ത്താണ്. അതെനിക്ക് 9.75 വന്നത്. ഞാനതിവിടെ മാർക്ക് ചെയ്തിട്ട് ആദ്യം വരച്ച പോയിൻറ്റിലേക്ക് ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലിറ്റാണ്. സ്ലിറ്റിൻ്റെ അവിടെയും ചെറിയ കട്ടിങ് കൊടുത്തായിരുന്നു. അവിടെ എനിക്ക് വന്നിരിക്കുന്നത് 11.5 ഇഞ്ചായിരുന്നു. അവിടെ ഞാൻ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നേരത്തെ വരച്ച വരയിലേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. വേറൊരു മെത്തേഡിലും കൂടെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെസ്റ്റിൽ 2 ഇഞ്ച് സീം അലവൻസാണ് നമ്മൾ എടുത്തത്. അവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഷേപ്പിൽ 2 ഇഞ്ചസ് ആയിരുന്നു സീം അലവൻസ്, അവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ചസ് ആയിരുന്നു, അവിടെ 1 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്ത പോയിൻറ്റുകളിലൂടെ വരച്ചെടുത്താലും നമുക്ക് കറക്റ്റ് അളവ് കിട്ടുന്നതാണ്. ഇനി 2 സൈഡിലും അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലിറ്റിൻ്റെ ഭാഗം എത്തുമ്പോൾ അവിടെ അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്തത് സ്ലിറ്റ് അടിച്ചെടുക്കലാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ടോപ്പൊന്ന് നിവർത്തിയിട്ടിരിക്കുകയാണ്. നമുക്കവിടെ 1 ഇഞ്ചസിലാണ് വേണ്ടത്. അവിടെ ജോയിൻ ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അവിടെ ഒരു പിൻ കുത്തി കൊടുക്കുക. അതുപോലെ താഴേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ തന്നെ പിൻ ചെയ്യുക. താഴെ വരെ അതുപോലെ പിൻ ചെയ്യുക. രണ്ട് വശവും അതുപോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് താഴെ നിന്നാണ് ഞാൻ അടിച്ചു തുടങ്ങുന്നത്. ബിഗിനേഴ്സിനാകുമ്പോൾ പിൻ കുത്തി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഫോൾഡിങ് ഓപ്പണായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിൻ്റെ അളവുകൾ മാറും. സ്ലിറ്റിൻ്റെ വി പോലെ ഇരിക്കുന്ന ആ പൊസിഷനിൽ
അതിന് മുകളിലേക്ക് കയറ്റി വേണം നമ്മൾ സ്റ്റിച്ച് നിർത്താനായിട്ട്. എന്നിട്ട് സൈഡിലേക്ക് ഇതുപോലെ തിരിച്ചു കൊടുക്കുക. ഇപ്പുറത്തെ ഭാഗം നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിന്നോത്തി വെച്ചേക്കാണ്. അതിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് സൂചി ഇറക്കി വെച്ചിട്ട് വീണ്ടും താഴേക്ക് തിരിച്ചെടുക്കുക. എന്നിട്ട് താഴേക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈഡ് ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. അത് ഞാൻ താഴെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. ആ വി പോലെ ഇരിക്കുന്ന ഭാഗത്ത് കൊണ്ടുവന്നിട്ട് വി പോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ അപ്പോൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനിയുള്ളത് താഴെ ലെങ്ത്തിൻ്റെ ഭാഗം, അവിടെ മടക്കി അടിക്കലാണ്. അതിനുവേണ്ടി നേരത്തെ 1 ഇഞ്ച് നമ്മൾ അളവെടുത്തിരുന്നു. 1/2 ഇഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി അടുത്ത് വരുന്നത് കൈ അറ്റാച്ച് ചെയ്യാനാണ്. അതിനുവേണ്ടി കൈയുടെ താഴെ 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് വെച്ച് മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം കൈ വെക്കാനായിട്ട് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത പീസിൻ്റെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് നടുഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തു. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിൻ്റെ മിഡിൽ പോയിൻറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ ചെറിയ കട്ടിങ് കൊടുത്ത മിഡിൽ പോയിൻറ്റ് ചേർത്ത് വെക്കുക. രണ്ടിൻ്റെയും നല്ല വശമാണ് നമ്മൾ ചേർത്ത് വെക്കുന്നത്. ഷോൾഡറിൻ്റെ ആ മിഡിൽ പോയിൻറ്റിലേക്ക് ആ കട്ട് ചെയ്ത ഭാഗം രണ്ടിൻ്റെയും നല്ല വശമാണ് ഉള്ളിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് അവിടെ പിന്നൂത്തി വെക്കുക. ഇനി ചേർത്ത് നേരെ പിടിച്ച് വീണ്ടും പിന്നൂത്തി വെക്കുക. കൈയുടെ ഫുൾ അളവിലും അതുപോലെ പിന്നൂത്തി വെക്കേണ്ടതാണ്. ഇനി അത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. രണ്ട് കൈയും ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൈയുടെ പോർഷൻ അപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കൈയുടെ എൻഡിലെ വിഡ്ത്താണ് ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. എടുത്ത് നമ്മൾ നേരത്തെ അളവെടുത്തപ്പോൾ നമുക്ക് 5.25 ഇഞ്ചസാണ് കിട്ടിയത്. ആ 5.25 ഇഞ്ച് അതിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത പൊസിഷനിൽ നമുക്ക് ലെങ്ത് ഒന്ന് കർവായിട്ട് പിടിച്ച് അതിൻ്റെ അളവ് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 9 ഇഞ്ചസിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് താഴേക്കുള്ള പോയിൻറ്റിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ആ വരയിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അതവിടെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. രണ്ട് സൈഡിലെ കൈയും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ചുരിദാർ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്.